പെരുന്നാൾ നേടി പോകാത്തോണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അതായത് നമ്മളെടുത്തേക്ക് വീടെല്ലാം എഴുതി വായിച്ചിട്ട് വേണം എല്ലാത്തിൻ്റെ അടുത്ത് പോകാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ സ്ഥലം പിടിയിട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ നിങ്ങൾക്ക് കുറച്ചെല്ലാം കാണിച്ചു കുറേ കാണിച്ചിരുന്നുണ്ട്. പക്ഷേ എങ്കിലോ വീട് ലേഖായി പോകും. 7 നമ്പറിലല്ല നമ്മുടെ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിലാണ്. മനുഷ്യന്മാരിൽ മാത്രമല്ല കേട്ടാ, അടിയും പരുവവും ദേഷ്യമുള്ളത് പക്ഷികളിലും ഉണ്ട്. അത് 2 മുട്ടനടി എന്തിനാ അടി ചെയ്യുന്നെന്ന് അതിനോട് തന്നെ ചോദിക്കണം. കുതിരയും കാര്യത്തിൽ തിരിഞ്ഞും കൂടി നോക്കില്ല, ഞാനും മൈൻഡാക്കില്ല. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അതെ, അത്രക്ക് പവറുള്ള സാധനമാണ് ഇത്. പിന്നെ പക്ഷികളെ ഒരു കൂട്ടം പിന്നെ ഇഷ്ടംപോലെ സാധനം വേറെ ഉണ്ടോ. ഈ പുലിനെ സിംഹത്തിന് കരടിനെ കാണുന്ന വെച്ചിട്ട് ആരും ഇങ്ങോട്ടേക്ക് വരില്ല. ഇന്ത്യയിൽ കുറെ എണ്ണത്തിന്റെ പേര് വരെ നമുക്ക് നോക്കാൻ മറന്നു പോയിടോ. അത് മാത്രമല്ല ഇത് സെറ്റ് സാധനമാണ്. ഈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനെ കളിപ്പിച്ചിട്ട് ഇപ്പുറം തിരുമ്പത്തൊക്കെയുണ്ട് പാമ്പിനെ കത്തിലിട്ടിട്ട് ഓരോരാൾ ഇങ്ങനത്തെ കളികൾ. ഇവരൊക്കെ പിന്നെ അന്നപ്പോലെ കാരണം ഉറക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരുന്ന നോക്കിട്ട്. പിന്നെ ഇതും അടിപൊളിയാണ്. ഇതിങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്നവരെ ഇങ്ങനെ വന്നിട്ട് തിന്നും കേട്ടോ. ഇതിലൊക്കെ ഫുഡ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ആടുന്ന് നടന്നിട്ട് മുന്നോട്ട് വരുന്നവരാണ്. ഈ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇതിന്റെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല രസമില്ല കാണാൻ. പണ്ടത്തെ പിള്ളേരോട് ചോദിക്കുന്നേരം പറയൂ പൂച്ചനി ആമനും മുയലിനെല്ലാം. ഇപ്പത്തെ പിള്ളേർക്കാണെങ്കിൽ പാമ്പും പൈതാരിയാണേ വേണ്ടത്. ആടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് കാണാം. സാധനം വാങ്ങാൻ വാശിയെടുക്കുന്ന മോനെ പിടിച്ചു വലിച്ചുകൊണ്ടൊന്നും ഉമ്മാനെ എനിക്ക് കാണാൻ രസകരമായ ഒരു ചേച്ചിനെ. ഈ കാണുന്ന മുതലല്ലോ ഈ ഫോട്ടോ കാണുന്ന മുതലിന്റെ. അപ്പൊ ഈ വെക്കേഷൻ ഏടെ പോകുന്നുള്ള ടെൻഷൻ വേണ്ട, നേരെ മാട്ടൂലേക്ക് വിട്ടോട്ടെ. അപ്പൊക്കെ ബൈ.